റൊമേഷോയുടെ ഏറ്റവും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വെള്ളായണി എന്ന് പറയുന്ന പ്രദേശത്താണ് നിൽക്കുന്നത്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന ബജാജിൻ്റെ ഏറ്റവും പുതിയ 150cc ബൈക്കാണ്. 150cc ബൈക്കുകൾ നമുക്ക് നേരത്തെ മുതൽ ബജാജിനുണ്ട്. അവർ ഇറക്കുന്ന കാലം മുതലേ ഉണ്ട് ഈ ഒരു വാഹനം എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ അവരുടെ പുതിയ ടാഗ് ലൈൻ എന്ന് പറഞ്ഞാൽ റീ എഞ്ചിനീഡ് അല്ലെങ്കിൽ റീ ഇമാജിൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അതേ വണ്ടിയിൽ നിന്ന് അതേ 150cc വണ്ടിയിൽ കുറേ അധികം മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ആ പുതിയ തലമുറയ്ക്ക് വേണ്ടിയുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം റീഡിസൈൻ ചെയ്തിരിക്കുകയാണ്, റീ ഇമാജിൻ, അതായത് പുതുതായിട്ട് ഇതിനെക്കുറിച്ച് ചിന്തിച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് ഈ വാഹനത്തെ ഒരു പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇന്ന് നമ്മുടെ ഈ ഒരു വീഡിയോയിലേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. റോബോഷയുടെ ധാരാളം വെഹിക്കിൾ വീഡിയോസ് വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും റോബോഷയിലേക്ക് സ്വാഗതം. അപ്പം ബജാജിൻ്റെ 150 P150 എന്ന് പറയുന്ന 150cc ഉള്ള ഏറ്റവും പുതിയ കമ്മ്യൂട്ടർ ബൈക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. അപ്പോൾ അതിൻ്റെ ലുക്കുകളും അതുപോലെ തന്നെ അതിൻ്റെ കേപ്പബിലിറ്റീസും അതിൻ്റെ ഒരു സ്റ്റൈലിങ്ങും ഒക്കെ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് ചിന്തിക്കാം. ഈ ഒരു വാഹനത്തെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഇതിപ്പോൾ ഓടിച്ചുകൊണ്ട് വന്ന സമയത്ത് മനസ്സിലായെന്ന് പറഞ്ഞാൽ 150യുടെ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഓടിക്കാനായിട്ട് വളരെ സൂപ്പർ സ്മൂത്താണ്. ഒരു അടിപൊളി ഒരു റൈഡിങ് കംഫർട്ടുള്ള ഒരു വണ്ടിയാണ്. ഹാൻഡ്ലിങ് സൂപ്പറാണ്. അപ്പം ഒരു കമ്മ്യൂട്ടർ ബൈക്ക് എന്ന നിലയിൽ ദിവസം നമ്മൾ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ബൈക്ക് എന്ന നിലയിൽ ഭയങ്കര ഒരു സ്പോർട്ടി ലുക്കോടുകൂടി തന്നെ എയറോഡൈനാമിക്കലി നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ് ഈ കാണുന്ന പൾസറിൻ്റെ P150 എന്ന് പറഞ്ഞ മോഡൽ. നമുക്ക് ഈ P150 എന്ന് പറയുന്ന രണ്ട് വേരിയൻറ്റുകളാണ് അവൈലബിൾ ആയിട്ടിരിക്കുന്നത്. രണ്ട് വേരിയൻറ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു ബ്രേക്കിംഗ് സിസ്റ്റത്തെയാണ് മെയിനായിട്ട് അത് ഹൈലൈറ്റ് ചെയ്യുന്നത്. അതായത് സിംഗിൾ ഡിസ്ക്, അതായത് ഫ്രണ്ടിൽ സിംഗിൾ ഡിസ്കും ഡ്യുവൽ ഡിസ്കും വരുന്ന രണ്ട് മോഡൽസാണ്. അപ്പം സിംഗിൾ ഡിസ്ക് എന്ന് പറയുമ്പോൾ ഫ്രണ്ടിലെ ടയറിൽ ഒരു ഡിസ്ക് വരും. ഡ്യുവൽ ഡിസ്ക് വരുന്ന സമയത്ത് ബാക്കിലെ ടയറിലും ഡിസ്ക് വരും. അപ്പം നോർമലി ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വാഹനം എന്ന് പറഞ്ഞാൽ P150ൻ്റെ ഡ്യുവൽ ഡിസ്ക് ആണ് വരുന്നത്. അപ്പോൾ സിംഗിൾ ഡിസ്ക് വരുന്ന വാഹനത്തിൻ്റെ ബാക്കിലെ ഡ്രം ബ്രേക്സ് ആണ് വരുന്നത്. അതാണ് പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അല്ലാതെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മൾ വണ്ടിയിലേക്ക് വരുന്ന സമയത്ത് വരാം, പക്ഷേ ഒരുപാട് വലിയ മാറ്റങ്ങളില്ലെന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൻ്റെ ലോഞ്ച് നടക്കുന്ന ദിവസമാണ്. വില ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. എന്നാലും അറൗണ്ട് ഒരു 1,50,000 രൂപ അടുത്ത് വരാനായിരിക്കും ചാൻസ് എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഓൺ റോഡ് പ്രൈസാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ ഒരു എക്സ്ഷോറൂം വരുമ്പോൾ 1,20,000 രൂപ അല്ല 25,000 രൂപയിലേക്കായിരിക്കും ചിലപ്പോൾ ഒരു ലക്ഷം ഉണ്ടാവുക. ഇതൊക്കെ എൻ്റെ ഒരു അസംഷനാണ്. ഇതിൻ്റെ വില പ്രഖ്യാപിച്ചിട്ടില്ല, മൈലേജ് ഫിഗേഴ്സ് പറഞ്ഞിട്ടില്ല. 150cc ആയതുകൊണ്ട് അറൗണ്ട് ഒരു 55 to 60 കിലോമീറ്റേഴ്സ് ആയിരിക്കണം മൈലേജ് എന്ന് പറയുന്നത്. അപ്പം ഈ നമുക്ക് ഓണെ ക്ലോസർ ലുക്ക് ഈ വാഹനം എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ ഏറ്റവും ഫ്രണ്ടിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു വിൻവൈസറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് വളരെ ക്യൂട്ടായിട്ട് ഒതുങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ഒരു ഹെഡ് ഭാഗം വളരെ ഭംഗിയാണ്. പ്രത്യേകിച്ച് ലൈറ്റ്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് LED ആയിട്ടുള്ള പ്രൊജക്ടർ ബൈ ഫങ്ഷണൽ ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. നമുക്കിതിന് മുമ്പും നമ്മൾ ഓരോ N200 ഒക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത്, റിവ്യൂ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഈ പുതിയതായിട്ട് ഇറങ്ങുന്ന ബജാജ് പൾസറിൻ്റെ എല്ലാം ഫേസിനെ കുറിച്ച് നമ്മൾ പറയാറുണ്ട്. അപ്പോൾ വളരെ റോബോട്ടിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു വൂൾഫൈഡ് ആയിട്ടുള്ള ഫേസുകളാണ് ഈ വാഹനം പൊതുവെ ഇപ്പോൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, ഒരു ഏറ്റവും മോഡേൺ ആയിരിക്കുന്ന വാഹനത്തിൻ്റെ ഒരു അറ്റയർ എപ്പോഴും കൊണ്ടുവരാനായിട്ട് അതിന് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ 2 DRLs നമുക്ക് കാണാം. ആ DRLും ശരിക്കും പറഞ്ഞാൽ വൂൾഫൈഡ് എന്ന് പറഞ്ഞാൽ, വൂൾഫ് എന്ന് പറയുമ്പോൾ ചെന്നായയുടെ കണ്ണുകൾ പോലെ കൂർത്തിരിക്കുന്ന കണ്ണുകൾ വരുന്ന വളരെ മനോഹരമായിട്ടുള്ള ഒരു ഹെഡ് ലാംപ്സ് ആണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ആ ഒരു ഏരിയ ഒക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട്. നമുക്ക് 5 തരത്തിലുള്ള മൾട്ടിപ്പിൾ കളേഴ്സിൽ നമുക്ക് വാഹനം കിട്ടും, ഡ്യുവൽ ടോണിൽ കിട്ടും. ഇത് നമുക്ക് ഫുള്ളി ഒരു ബ്ലാക്ക് കളറിൽ വരുന്നൊരു വാഹനമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ചില നമുക്ക് സ്റ്റിക്കറിങ് എലമെൻറ്റ്സ് ഒക്കെ നമുക്ക് കാണാം. അപ്പോൾ ഹെഡിനെ കുറിച്ച് നമ്മൾ ഇതാണ് പറയുന്നത്. ഇൻഡിക്കേറ്റേഴ്സ് നമുക്ക് കാണാനായിട്ട് പറ്റും, രണ്ട് വശത്തായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഹാൻഡിൽ ബാറും കാര്യങ്ങളൊക്കെ നമ്മൾ ആ ഒരു ടാങ്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് പറയും. ഇപ്പം നമ്മൾ തൊട്ട് താഴോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് മഡ് ഗാർഡ് നോക്കാം. മഡ് ഗാർഡ് എന്ന് പറഞ്ഞാൽ ഒരു ഫ്ലോട്ടിംഗ് ഡിസൈനിലാണ് മഡ് ഗാർഡ് വന്നിരിക്കുന്നത്. 2 പീസിലാണ് വന്നിരിക്കുന്നത്. 2 പീസ് എന്ന് പറയുമ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലുള്ള ഗ്രാഫിക്സോട് കൂടിയുള്ള ഒരു എലമെൻറ്റും, ബാക്കിലേക്ക് വരുവാണെങ്കിൽ മാറ്റ് ഫിനിഷിലാണ് വാഹനത്തിൻ്റെ ഫ്രണ്ട് ഭാഗം കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇത് സിംഗിൾ ചാനൽ ABS ആണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 150cc ആയതുകൊണ്ട് അത് തന്നെ ധാരാളമായിട്ട് മതിയാവും. വാഹനത്തിൻ്റെ ഒരു പവർ റേറ്റിംഗ് പറയുന്ന സമയത്തും നമ്മൾ റേഷ്യോ വെച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും വണ്ടിയുടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബ്രേക്കിങ്ങിന് ഈ ഒരു വാഹനത്തിന് 150cc നമുക്കൊരു സിംഗിൾ ചാനൽ ABS മതിയാവും. അപ്പം ഇതിൻ്റെ ബ്രേക്ക് ഡിസ്കിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഡ്യുവൽ ഡിസ്ക് വരുന്ന വാഹനമാണ്. അപ്പോൾ അതുകൊണ്ട് ഫ്രണ്ടിലും ബാക്കിലും ഡിസ്ക് ബ്രേക്കുകൾ വരുന്നുണ്ട്. 260 mm ഫ്രണ്ടിലെ ഡിസ്കും ബാക്കിൽ 230 mm ആണ് വരുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ നമുക്ക് കാലിപ്പേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് ഈ വശത്ത് കാണാനായിട്ട് പറ്റും. ടയറിൻ്റെ പ്രൊഫൈൽ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണയിൽ നിന്ന് കാണുന്നതിലും കുറച്ച് ചെറിയൊരു ടയേഴ്സായിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നത് ഒരു 17 ഇഞ്ച് പ്രൊഫൈൽ വരുന്ന ടയറാണ് ഫ്രണ്ടിലും ബാക്കിലും കൊടുത്തിരിക്കുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നത് 150cc മുകളിലോട്ട് പോകുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ കൂടുതൽ പവർ അറ്റൈൻ ചെയ്യുന്ന വാഹനങ്ങൾക്കാണ് നമുക്ക് ഈ പറയുന്ന പോലെ ബാക്കിൽ ടയറിൻ്റെ പ്രൊഫൈലൊക്കെ വരുന്നത്. അപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ പവറും ഇത് റീ എഞ്ചിനീയർ ചെയ്ത് ഈ വണ്ടിക്ക് ആപ്റ്റ് ആയിട്ടുള്ള കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഇതിനെ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. എങ്കിലും നമ്മൾ
ഓടിക്കുമ്പോൾ വളരെ റൈഡിംഗ് കംഫോർട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഹാൻഡ്ലിംഗ് പ്രത്യേകിച്ച് വളരെ എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഈ ഫ്രണ്ട് ഭാഗത്തെ കാര്യങ്ങൾ പറയാനുള്ളത്. ഇനി നമുക്കിനി സൈഡിലേക്ക് വരുന്ന സമയത്ത് പൾസറിൻ്റെ ടാങ്കിനെ കുറിച്ചാണ് പറയേണ്ടത്. പൾസറിൻ്റെ ടാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മുടെ മനസ്സിലേക്ക് പൾസർ എന്ന് പറയുമ്പോൾ തന്നെ ആ ടാങ്കിൻ്റെ ഡിസൈൻ നമ്മുടെ എപ്പോഴും മനസ്സിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഡിസൈൻ കീപ്പപ്പ് ചെയ്തുകൊണ്ട് എന്നാൽ പുതുതായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടാങ്കാണ് കൊടുത്തിരിക്കുന്നത്. 14 ലിറ്ററിൻ്റെ ഒരു ടാങ്കാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പൾസർ എന്നുള്ള ബാഡ്ജിങ് നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ ചില ഒരു എന്താ പറയുന്നത്, ചില എലമെൻറ്റ്സ് ഒക്കെ അവിടെ എവിടെയെങ്കിലും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് ഈ വശത്തേക്കൊക്കെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ പാറ്റേണും കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. ടാങ്കിൻ്റെ ഒരു ഡിസൈൻ വളരെ നല്ലതായിട്ടിരിക്കുന്നു. കാരണം വെച്ചാൽ നമ്മൾ ഇരിക്കുന്ന സമയത്താണെങ്കിലും നമ്മുടെ കാല് കറക്റ്റായിട്ട് കണ്ടെയ്ൻ ചെയ്യാൻ പാകത്തിലാണ് അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ടാങ്കിൻ്റെ മുകളിലായിട്ട് ഇവിടെ ഒരു USB പോർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യാനുള്ള USB പോർട്ടും കാര്യങ്ങളൊക്കെ നമ്മളിവിടെ കൊടുത്തതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ടാങ്കിൻ്റെ ലിഡ് ആണെങ്കിലും മനോഹരമായിട്ടുള്ള, ഇത് നമുക്ക് നേരത്തെ ഈ ഒരു ഡിസൈനിൽ തന്നെയാണ് ടാങ്കിൻ്റെ ലിഡ് വരുന്നത്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു ഡിസൈൻ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാനായിട്ട് പറ്റും. പിന്നെ സീറ്റുകളെക്കുറിച്ച് നമ്മൾ പറഞ്ഞു വരുന്ന സമയത്ത് നമുക്ക് രണ്ട് തരത്തിലുള്ള നമ്മൾ പറഞ്ഞില്ല, രണ്ട് തരത്തിലുള്ള മോഡൽസ് ആണുള്ളത്. ഒന്ന് സിംഗിൾ ചാനൽ ABS-ഉം സിംഗിൾ ഡിസ്ക് വരുന്ന വണ്ടിയും ഡ്യുവൽ ഡിസ്ക് വരുന്നൊരു വണ്ടിയാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതിനകത്ത് ഈ ഡ്യുവൽ ഡിസ്ക് വരുന്ന വണ്ടിയിൽ സ്പ്ലിറ്റ് സീറ്റുകളാണ് വരുന്നത്. പക്ഷേ നമ്മൾ സിംഗിൾ ഡിസ്ക് വരുന്ന വാഹനത്തിനകത്ത് ഒറ്റ സീറ്റായിട്ടാണ് വരുന്നത്. അപ്പോൾ അതിനോടൊപ്പം തന്നെ പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഹാൻഡിൽ ബാറിനെ കുറിച്ചാണ്. ഹാൻഡിൽ ബാറിനെ കുറിച്ച് പറയുമ്പം ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ക്ലിപ്പ് ഓൺ എന്ന് പറയുന്ന ടൈപ്പുള്ള ഒരു ഹാൻഡിൽ ബാറാണ് വരുന്നത്. മറ്റേ സാധാരണ സിംഗിൾ ഡിസ്ക് ബ്രേക്ക് വരുന്ന വാഹനത്തിന്, ഫ്രണ്ടിൽ മാത്രം ഡിസ്ക് ബ്രേക്ക് വരുന്ന വാഹനത്തിന് ശരിക്കും പറഞ്ഞാൽ ഒരു ഹാൻഡിൽ ബാറായിട്ട്, ഫുൾ ലെങ്ത് ഹാൻഡിൽ ബാറായിട്ടാണ് വരുന്നത്. അപ്പം ഇതാണ് ഈ രണ്ട് വേരിയൻസും തമ്മിലുള്ള പ്രകടമായിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഗ്ലാസുകളിലേക്കൊക്കെ നോക്കുകയാണെങ്കിൽ, മിററുകളിലേക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചെറിയ മിറേഴ്സാണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല വിസിബിലിറ്റി തരാൻ പാകത്തിലുള്ള മിറേഴ്സ് വാഹനത്തിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കീയും കാര്യങ്ങളൊക്കെ നമ്മൾ കാണാം. വലിയ നോർമലി ഉള്ള നമ്മുടെ ഈ ബജാജിൻ്റെ കീസ് തന്നെ കാണുന്നത്. ഡിസ്പ്ലേയെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇൻഫിനിറ്റി ടൈപ്പ് ഡിസ്പ്ലേ വാഹനത്തിന് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ടെക്സ്ചറും അതിൻ്റെ രീതികളും കാണാനൊക്കെ നല്ല രസമുണ്ട്. കാരണം ഒരു ഫ്ലോട്ടിംഗ് ഒരു ഇൻഫിനിറ്റി ഒരു ഏരിയയിലാണ് അത് കൊടുത്തിരിക്കുന്നത്. നമുക്കവിടെ സ്പീഡോമീറ്ററും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് മെയിനായിട്ട് 0 to MT, അതായത് നമ്മൾ പെട്രോൾ പമ്പിലേക്ക് അല്ലെങ്കിൽ ഫ്യൂൽ ഫില്ല് ചെയ്യേണ്ട ഒരു ഡിസ്റ്റൻസ് ഒക്കെ അവിടെ നമുക്ക് കാണിച്ചു തരും. അതൊക്കെയാണ് അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ ബാക്കിയുള്ള ഇൻഡിക്കേഷൻസും കാര്യങ്ങളൊക്കെ ഈ വാഹനത്തിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതും നമുക്ക് വളരെ സിമ്പിളായിട്ടുള്ള, പിന്നെ ഇത് വേറെ കണക്ടിവിറ്റി ഫീച്ചേഴ്സ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും അത്യാവശ്യം വേണ്ടുന്ന കാര്യങ്ങളെല്ലാം അതിനകത്ത് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വാഹനത്തിൻ്റെ ബാക്കിലേക്ക് വരും. എഞ്ചിനെക്കുറിച്ച് ഞാൻ പറയാം. നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അതായിരിക്കും. നമ്മൾ അതിന് മുമ്പായിട്ട് തന്നെ നമുക്ക് ഈ ഡിസൈൻ മുഴുവൻ പറഞ്ഞു തീർത്ത് അതിലേക്ക് വരാം. സീറ്റ്സിൻ്റെ കാര്യം പറഞ്ഞു, സ്പ്ലിറ്റ് സീറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു. P150 എന്ന് പറഞ്ഞൊരു ബാഡ്ജിങ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതേപോലെ തന്നെ നമുക്കിവിടെ ബാക്കിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ മായാവിയുടെ തല പോലെ ഇരിക്കുന്ന ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ബാക്കിലേക്ക് വരികയാണെങ്കിൽ ടൈൽ ലാംപ്സ് നമുക്ക് കാണാൻ പറ്റും. ഈ ടൈൽ ലാംപ്സ് നമ്മൾ വീണ്ടും കാണിച്ചിരിക്കുന്നത്, അതായത് സ്കാറ്റർ ചെയ്തിരിക്കുന്ന ലൈറ്റ്സ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളൊരു മഞ്ഞുള്ള പ്രദേശത്തോടെയൊക്കെ പോകുമ്പോൾ നമുക്ക് ഫോഗ് പിടിച്ചാൽ അങ്ങനെ ഇരിക്കും, അതുപോലുള്ള ലൈറ്റ്സ് ആയിരിക്കും. അപ്പം അതൊരു സോഫ്റ്റ്വെയർ ആയിട്ടുള്ള ലൈറ്റ്സ് ആണ് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ലൈറ്റിംഗ് ആണ്. ഇനി നമുക്ക് ഈ രണ്ട് വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടേൺ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളും കാണാം. ടെയിൽ ലെൻറ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ ഇവിടെ ചെറിയ ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ നമ്പർ ബോർഡ് കാണാൻ പാകത്തിന് ലൈറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ഫൈബേഴ്സും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇനി ടയേഴ്സിലേക്ക് വരുമ്പോൾ അതും 17 ഇഞ്ചുള്ള പ്രൊഫൈലുള്ള ടയേഴ്സാണ് വരുന്നത്. അത്യാവശ്യം ഗ്രിപ്പി ആയിട്ടുള്ള ടയേഴ്സാണ്. വീതി കുറവാണെന്നുള്ള ഒരു കാര്യം മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ എന്നാലും സൈഡ് ഗ്രൂവ് വരെ അത്യാവശ്യം നല്ല ഗ്രൂവുള്ള ഗ്രിപ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ വാഹനത്തിൽ. MRF-ൻ്റെ ടയറാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ഡ്യുവൽ ഡിസ്ക് ആയതുകൊണ്ട് ബാക്കിൽ നമുക്ക് ആ ഡിസ്കും കാലിപ്പേഴ്സും ഒക്കെ നമുക്ക് കാണാനായിട്ട് വരും. 230 മില്ലിമീറ്ററിൻ്റെ ഡിസ്കുകളാണ് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സാധാരണ പൾസറിൻ്റെ ഈ ഒരു സെഗ്മെൻറ്റിൽ വരുന്ന എല്ലാ വാഹനങ്ങളിലും വലിയ ആ പോക്കോടിൽ എക്സോസിൻ്റെ ആ ഒരു പൈപ്പ് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഈ കേസിൽ സ്പോർട്സ് ബൈക്കുകളിലൊക്കെ കാണുന്ന, അല്ലെങ്കിൽ ഏറ്റവും മോഡേൺ ബൈക്കുകളിൽ കാണുന്ന തരത്തിലുള്ള എക്സോസ്റ്റാണ് നമ്മൾ കാണുന്നത്. അതിന് അണ്ടർ ബെല്ലി എക്സോസ്റ്റ് എന്നാണ് പറയുന്നത്. കണ്ടോ, വളരെ ചെറിയ ഒരു, കാരണം പഴയ കാലത്ത് ആ കൺവെൻഷൻ രീതിയൊക്കെ മാറി, വലിയ പോക്കോടിൻ്റെ ആ ഒരു കാലമൊക്കെ മാറി. ഇപ്പോൾ ബോക്സി ടൈപ്പായിട്ടുള്ള അണ്ടർ ബെല്ലി എക്സോസ്റ്റ് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പം അണ്ടർ ബെല്ലി എക്സോസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ അണ്ടർ ബെല്ലി നിങ്ങൾക്ക് എന്താണെങ്കിലും കാണിച്ചു തരണം. അപ്പം വാഹനത്തിൻ്റെ അണ്ടർ ബെല്ലിയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സ്പോർട്ടി ആക്സെൻറ്റ് വാഹനത്തിന് കൊടുക്കുന്നുണ്ടെന്നാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് വാഹനത്തിൻ്റെ ഈ സൈഡിൽ നിന്നുള്ളൊരു കാഴ്ചകൾ എന്ന് പറഞ്ഞാൽ. പിന്നെ ചെയിൻ ഡ്രൈവ് ആണ് വാഹനത്തിൽ വരുന്നത്. അത് ഓട്ടോമാറ്റിക്കലി ചെയിൻ ഡ്രൈവ് തന്നെ ആയിരിക്കുമല്ലോ.
ഓക്കെ. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷാസിയുടെ ഡിസൈനാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കണ്ണിലേക്ക് പുതുതായിട്ട് വന്ന് കയറുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്യൂബുലർ ആയിട്ടുള്ള ഒരു ഷാസിയാണ് വരുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ഡിസൈൻ എനിക്ക് തോന്നുന്നത് നമ്മുടെ കണ്ണിലേക്ക് ഇതിൻ്റെ ഒരു കാഴ്ച അങ്ങനെ വരാൻ കാരണം എന്ന് പറയുന്നത് ഈ നേരത്തെയുള്ള വാഹനങ്ങളിലൊക്കെ ഈ പറയുന്ന എക്സോസ്റ്റ് ടെയിൽ പൈപ്പ് നമുക്ക് ഇങ്ങനെ എൻഡ് ചെയ്ത് വരുന്നതുകൊണ്ട് ഒരു മറവുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു നേക്കഡ് ഒരു ഡിസൈനിൽ നമുക്ക് ഇവിടെയെല്ലാം നമുക്ക് ആ ഏരിയ നേക്കഡ് ആയിട്ടൊരു ഫീൽ ചെയ്യുന്നതുകൊണ്ടായിരിക്കാം ആ ട്യൂബുലർ ഫ്രെയിം നമ്മുടെ കണ്ണിലേക്ക് വരുന്നത്. എങ്കിലും അതൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിംഗാമൊക്കെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിലാണ് ആ സംഭവത്തിന് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പുറത്തെ വശത്തേക്ക് നോക്കാം. പ്രകടമായിട്ടുള്ള വലിയ വ്യത്യാസങ്ങളില്ലെങ്കിലും ഈ വശത്തുള്ള കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് സാരി ഗാർഡും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിലായിട്ട് തന്നെ നമുക്ക് ചെയിനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പം അതും സേഫർ ആയിട്ടുള്ള അത്യാവശ്യം കവർ ചെയ്യുന്ന നല്ല രീതിയിൽ ഉള്ള ഒരു സാരി ഗാർഡ്സാണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ വശത്തേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ കാണാം. നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള 5 സ്പീഡ് ആയിട്ടുള്ള ഒരു മെഷ് ഗിയർ ബോക്സ് ആണ് നമുക്ക് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 5 സ്പീഡാണ്. അപ്പോൾ അതിൻ്റെ ഒരു പ്ലേസിംഗ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഈ വശത്ത് പ്രത്യേകിച്ച് എടുത്ത് പറയാനുള്ള കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ വാഹനത്തിലൊന്ന് നമുക്കൊന്ന് കയറി ഇരുന്ന് നോക്കാം. കാരണം ഇതിൻ്റെ ഹൈറ്റും അതിൻ്റെ വെയിറ്റും കാര്യങ്ങളൊക്കെ നോക്കാം. വാഹനത്തിന് 140 കിലോയാണ് ഈ ഒരു 141 കിലോയാണ് ഡ്യുവൽ ഡിസ്ക് വരുന്നത്. അപ്പോൾ 1 കിലോയുടെ കുറവുണ്ട് മറ്റേ വാഹനത്തിന്. അതായത് ഡിസ്കിൻ്റെ കുറവുകൊണ്ടുള്ള ആ 1 കിലോ കുറച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് ഹൈറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ 790 മില്ലിമീറ്ററാണ് വാഹനത്തിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത്. ഇപ്പം ഞാൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വളരെ കൂളായിട്ട് ഞാൻ വാഹനത്തിൽ റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. എൻ്റെ 2 കാലുകളും നിലത്തേക്ക് മുട്ടുന്നുണ്ട്. അപ്പോൾ ഒരു 170 സെൻറ്റിമീറ്റർ പൊക്കമുള്ള അതിൽ 5.6 ഹൈറ്റ് പൊക്കമുള്ള എനിക്ക് വളരെ കൂളായിട്ട് കാല് റെസ്റ്റ് ചെയ്തിരിക്കാനായിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളത് ഒരു കാര്യം തന്നെയാണ്. പിന്നെ നമുക്ക് വാഹനത്തിൻ്റെ ഒരു ഗ്രൗണ്ട് ക്ലിയറൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 165 മില്ലിമീറ്ററാണ് ഗ്രൗണ്ട് ക്ലിയറൻസ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മളിങ്ങനെ ഒരു സീറ്റിംഗ് പൊസിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുണ്ട്, ഞാൻ എൻ്റെ കാല് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ടാങ്കിൻ്റെ 2 വശത്തേക്കും അല്ലെങ്കിൽ ആ ഒരു നമ്മുടെ കാലിലെ പ്ലേസ്മെൻറ്റ് ആ ടാങ്കിൻ്റെ ഒരു ഒതുക്കമൊക്കെ വളരെ ഭംഗിയായിട്ട് തോന്നുന്നുണ്ട്. അപ്പം എയർ നമുക്ക് ഇവിടെ നിന്ന് അറിയാം, ഇത് ഇത്രയും ഭാഗം മുഴച്ച് നിൽക്കുന്നതുകൊണ്ട് തന്നെ എയറിൻ്റെ ഒരു റെസിസ്റ്റൻസ് നമ്മുടെ ബോഡി വരത്തില്ല. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഒരു സംവിധാനങ്ങളും കാര്യങ്ങളും കൊടുത്തിരിക്കുന്നത്. ഓക്കെ. വെയിറ്റ് നമുക്ക് വലിയ രീതിയിൽ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു പൊസിഷൻ ഫ്രണ്ട് ലീനിങ് ആയിട്ടുള്ള ഒരു പൊസിഷൻ വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് അത്യാവശ്യം ഒരു സ്പോർട്ടി ആയിട്ട് വാഹനം ഓടിക്കാനായിട്ട് പറ്റുമെന്നുള്ളതാണ് പ്രത്യേകത. അപ്പം ഇത്രയൊക്കെയാണ് വാഹനത്തിൽ വന്നിരിക്കുന്ന ഒരു ഡിസൈൻ സൈഡിലുള്ള ഭാഗങ്ങൾ എന്ന് പറയുന്നത്. ഇനി നമുക്കിതിൻ്റെ എഞ്ചിനെ കുറിച്ചൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത്. അപ്പം നമുക്ക് വാഹനത്തിൻ്റെ എഞ്ചിനെക്കുറിച്ച് പറയാം. 180 cc എഞ്ചിൻ ഓൾറെഡി നമുക്ക് പൾസറിലുണ്ട്. ഈ പ്രാവശ്യം റീ എഞ്ചിനീയർ ചെയ്തിരിക്കുന്ന കുറച്ചും കൂടെ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം 149.68 cc ആണ് വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ കപ്പാസിറ്റി എന്ന് പറയുന്നത്. അപ്പം നമുക്കൊരു ഒരു ബ്ലോക്ക് നമുക്ക് കാണാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് അവൻ്റെ എക്സോസിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ പവർ റേറ്റിംഗ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത് പറയുകയാണെന്നുണ്ടെങ്കിൽ 14.5 PS പവറാണ് വാഹനത്തിന് നമുക്ക് ലഭിക്കുന്നത്. അത് നമുക്ക് 8500 RPM ലഭിക്കുമ്പോൾ അതേപോലെ 13.5 Nm ടോർക്ക് നമുക്ക് വാഹനത്തിന് കിട്ടുന്നുണ്ട്. നമുക്കൊരു 6000 RPM ആ വാഹനത്തിനകത്ത് അത് നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പം ഇതാണ് എഞ്ചിനെ കുറിച്ച് പറയാനുള്ളത്. ഓടിക്കാനും ബഹുരസമാണ്, ലുക്കിലും ബഹുരസമാണ്. നമുക്ക് വില വൈസ് നോക്കുമ്പോഴും മൈലേജ് വൈസ് നോക്കുമ്പോഴും ഏറ്റവും വാല്യൂ ഫോർ മണി ആയിട്ട് ഇറക്കിയിരിക്കുന്നത്. അല്ലെന്നുണ്ടെങ്കിൽ ഇതൊരു കമ്മ്യൂട്ടർ ബൈക്ക് ആയതുകൊണ്ട് ബജാജിൻ്റെ ബൈക്കുകൾ ബജാജിൻ്റെ പൾസർ ബൈക്കുകൾ തന്നെ നിങ്ങൾ ഉപയോഗിക്കണമെന്ന് തന്നെയാണ് കമ്പനി പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു ടാഗ് ലൈൻ തന്നെ നമുക്കറിയാം. പൾസർ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഡെഫിനറ്റ്ലി മെയിൽ എന്ന് പറയുന്ന ഒരു തികഞ്ഞ ഒരാണാണ് എന്നുള്ളൊരു ടാഗ് ലൈനിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരെ ആ ഒരു ഇതിന് കോട്ടം സംഭവിച്ചിട്ടില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് മുതൽ ഇന്ന് വരെ ഇറങ്ങുന്ന എല്ലാ വാഹനങ്ങളുടെ ഡിസൈൻ അത്ര മികവുറ്റ ഡിസൈനും ശരിക്കും പറഞ്ഞാൽ ജനഹൃദയങ്ങളിലേക്ക് അത്രയും കയറിയ ഒരു മോഡലാണ് പൾസർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡ്രൈവിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ ഡ്രൈവിലേക്ക് നമ്മൾ പോവുകയാണ്. അപ്പം ഇനീഷ്യലി ഉള്ളൊരു ഇമ്പ്രഷൻ എന്ന് പറയുന്നത് ശരിക്കും വാഹനം ഓണായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എഞ്ചിൻ്റെ ഒരു റിഫൈൻമെൻറ്റ് ഭയങ്കര റിഫൈൻമെൻറ്റാണ്. അത്രയ്ക്കും സോഫ്റ്റ്വെയർ ആയിട്ടുള്ള നല്ല ഒരു എക്സോസ്റ്റ് നോട്ടൊക്കെയാണ് വാഹനത്തിൽ പ്രൊവൈഡ് ആയിരിക്കുന്നത്. ഒട്ടും വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യുന്നുള്ളതെന്ന് വളരെ പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളിപ്പോൾ വെള്ളായനിൽ കൂടെയാണ് നമ്മൾ ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നത്. അപ്പോൾ ആദ്യം ഒരു റഫ് റോഡിൽ കൂടെ നമുക്ക് പോകാം. പ്രത്യേകിച്ച് സസ്പെൻഷനും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. പ്രത്യേകിച്ച് സസ്പെൻഷനെ കുറിച്ച് എടുത്ത് പറയേണ്ടത് അത്യാവശ്യം നല്ല പെർഫോമിംഗ് ആയിട്ടുള്ള ഒരു സസ്പെൻഷനാണ് വാഹനത്തിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ടുണ്ട്. ബാക്കിലേക്ക് വരുമ്പോഴത്തേന് മോണോ ഷോക്കാണ് വരുന്നത്. അത് നേരത്തെ പറയാനായിട്ട് വിട്ടുപോയി. ഫ്രണ്ടിൽ നമുക്ക് ടെലസ്കോപ്പിക് ആയിട്ടുള്ള സസ്പെൻഷനായിട്ടാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. 33 മില്ലിമീറ്ററിൻ്റെ ഒരു സസ്പെൻഷനാണ് വരുന്നത്. പിന്നെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാഹനത്തിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനും ഒരു റൈഡിങ് കംഫോർട്ടുമാണ്. നല്ലൊരു സീറ്റിംഗ് പൊസിഷനാണ് നമുക്ക് വാഹനത്തിന് കിട്ടുന്നത്. നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് ഡ്രൈവ് ചെയ്യാനായിട്ട് പറ്റും. നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ നിവർന്ന് സ്ട്രെച്ച് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര കോൺഫിഡൻ്റ് ആയിട്ട് നമുക്കൊരു വാഹനം നമുക്ക് ഓടിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടെന്ന് നമുക്ക് എടുത്ത് വരേണ്ട കാര്യമാണ്. പിന്നെ പവറും കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചുകൂടെ ഒരു നല്ല റോഡിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ കുറച്ച് വേഗത്തിലൊക്കെ ഓടിച്ച് നോക്കാമെന്നാണ് പറയുന്നത്. കാരണം ഇതിന് പലരും ടെസ്റ്റ് ഡ്രൈവ് അല്ല, ഇതിന് മീഡിയം ഡ്രൈവ്സിന് പോയ പലരും പറഞ്ഞത് 100+ ഒരു 100-110 കിലോമീറ്റർ വരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്നൊരു വാഹനമായിട്ടാണ് പറഞ്ഞത്.
കാരണം പലരും ട്രാക്കിലൊക്കെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ടുണ്ട്. അപ്പോൾ ആ ഓടിക്കുന്ന സമയത്ത് 110 കിലോമീറ്റേഴ്സ് വരെ ഓടിച്ചവരുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ടോപ്പ് സ്പീഡൊന്നും പ്രത്യേകിച്ച് പറഞ്ഞിട്ടില്ല. എങ്കിൽ പോലും അത്യാവശ്യം നമുക്ക് ഈ ഒരു വാഹനം 120 നമുക്കിവിടെ റീഡിങ് കാണിക്കുന്നത്. നമുക്ക് 110 ഈസി ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ് അവർ പറയുന്നത്. നല്ല റോഡുകളിൽ എടുക്കാൻ പറ്റുമെന്നാണ് പൊതുവെ പറയുന്നത്. അതിൻ്റെ പവറും ഫിഗേഴ്സും കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. 14.5 PS ആണ് ഇതിൻ്റെ ഒരു പവർ എന്ന് പറയുന്നത്. അപ്പം 8500 RPM നമുക്കത് ലഭിക്കുന്നത്. അപ്പം അതിൻ്റെ ടോർക്ക് എന്ന് പറഞ്ഞാൽ 13.5 Nm ടോർക്കാണ് നമുക്ക് വാഹനത്തിൽ കൊടുക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഗിയറിനെ കുറിച്ചൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഗിയർ റേഷ്യോയും കാര്യങ്ങളൊക്കെയാണ് വാഹനത്തിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നമ്മളിപ്പം സെക്കൻഡ് ഗിയറിലാണ് പോകുന്നത്. കാരണം വളരെ പതുക്കെ ഒരു 10 കിലോമീറ്റർ സ്പീഡിലൊക്കെയാണ് നമ്മൾ സഞ്ചരിക്കുന്നത്. അപ്പം കുഴപ്പമില്ല, നല്ലൊരു റൈഡിങ് കംഫോർട്ടും കാര്യങ്ങളൊക്കെ പൊതുവേ നമുക്ക് പറയാൻ എടുത്ത് വേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മളൊരു കമ്മ്യൂട്ടർ ബൈക്കിനെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കേണ്ട ഒരു വണ്ടിയാണ്. അത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും സൂപ്പർ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എൻജിൻ നമുക്കത് കാണാൻ പറ്റും തോന്നുന്നില്ല. നേരത്തെ 150 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും സ്മൂത്തർ ആയിരുന്നില്ല. പക്ഷേ ഇപ്പം വന്നിരിക്കുന്നത് റീഇമാജിൻ ചെയ്തിരിക്കുന്ന വളരെ മികച്ച ഒരു എൻജിനാണ് നമുക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഇത്രയും നേരം വളരെ പതുക്കെ വണ്ടിയുടെ എഫിഷ്യൻസിയും കാര്യങ്ങളൊക്കെ നോക്കിയാണ് ഓടിച്ചത്. നമുക്കിനിയിപ്പോൾ ഒന്ന് കൈ കൊടുത്ത് ഓടിക്കാണ്ട് പോവുകയാണ്. പ്രത്യേകിച്ച് നമുക്കൊന്ന് റെഡ് ലൈൻ ചെയ്ത് നോക്കാം, വണ്ടിയുടെ പെർഫോമൻസ് എന്താ നോക്കാം. ഈ പറയുന്ന പോലെ നമുക്ക് നമ്മുടെ ഒരു ത്രോട്ടിൽ റെസ്പോൺസും വണ്ടിയുടെ മൊത്തത്തിലുള്ള ഒരു പെർഫോമൻസ് ഹാൻഡിലും ഒക്കെ നമുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഞാനൊന്ന് കൈ കൊടുത്ത് വാഹനം ഓടിക്കാനായിട്ട് പോവുകയാണേ. അടിപൊളി, അത്യാവശ്യം നല്ല ഒരു ഇതാണ്. നമുക്ക് റോഡ് അത്ര ഒരു ഈവൻ അല്ല, അൺഈവൻ ആയിട്ടുള്ള റോഡാണ്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു 85-90 വരെയൊക്കെ നമുക്ക് ടച്ച് ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചുള്ളൂ. പക്ഷേ ഹൈവേസിലൊക്കെ ഒരു 100+ അല്ലെങ്കിൽ ഒരു 110 വരെ ഓടിച്ചിട്ടുണ്ടെന്നാണ് മീഡിയ ഡ്രൈവിന് പോയ സുഹൃത്തുക്കൾ പറഞ്ഞത്. അപ്പോൾ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ളൊരു വണ്ടിയാണ്. പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത് എഞ്ചിൻ്റെ സ്മൂത്ത്നെസ് തന്നെയാണ്. അപ്പോൾ എന്താണെങ്കിലും ഈ വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് നിങ്ങൾ ഉടനെ തന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ നമ്മളാണ് ഇന്ന് ദീദി നമുക്ക് ഈ വാഹനം തന്നിരിക്കുന്നത്. നമുക്ക് ദീദി ബജാജ് എന്നാണ് തന്നിരിക്കുന്നത്. കൈമനത്തുള്ള ഷോറൂമാണ്. ഇന്ന് നമ്മൾ തന്നെയാണ് ഈ വാഹനത്തിൻ്റെ ഉദ്ഘാടനം നമ്മൾ നിർവഹിക്കുന്നത്, അൺവീലിംഗ് നിർവഹിക്കുന്നത്. അപ്പം ഇതിൻ്റെ ഫോൺ നമ്പേഴ്സും കാര്യങ്ങളും ഞാൻ താഴെ കൊടുത്തിരിക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും എൻക്വയറീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാഹനത്തിൻ്റെ ടെസ്റ്റ് ഡ്രൈവ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ട നമ്മുടെ നീൽ ബ്രോ ആണ്, അദ്ദേഹമാണ് നമുക്ക് എപ്പോഴും ഇത് അറേഞ്ച് ചെയ്ത് തരുന്നത്. അപ്പോൾ നീലിൻ്റെ നമ്പർ ഞാൻ കൊടുക്കാം. നിങ്ങളുടെ എൻക്വയറീസും കാര്യങ്ങളോ അല്ലെങ്കിൽ തീർച്ചയായിട്ടും വാഹനം നിങ്ങളൊന്ന് ഓടിച്ച് നോക്കണം. അപ്പോൾ ഇതുപോലുള്ള പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾ എത്രയും പെട്ടെന്ന് കണ്ടുമുട്ടുന്നതായിരിക്കും. ദിസ് ഈസ് റോബിൻ സൈനിങ് ഓഫ് ഫ്രം റോബ് മൈ ഷോപ്പ്.